സ്വന്തം പേരുകൊണ്ട് വ്യത്യസ്തനായ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതെ, ചിക്കൻ ചിന്താമണി. നമസ്കാരം, ട്രാവൽ ഫുഡി ടോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ചൂടായ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റമുളക് ചേർത്ത് കൊടുക്കണം. ഈ റെസിപ്പിയെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത് ഇതുപോലെ മുളക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ 15 വറ്റമുളക് ചേർക്കുന്നുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിന്റെ അകത്തുള്ള സീഡ് ഒഴിവാക്കി കളയണം. ഇനി അതിലേക്ക് ഒരു 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയുള്ളി ഈ പരിവാകുമ്പോൾ അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കരിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളി അടച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഉരുളി അടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇനി ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അവസാനം 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചിന്താമണി റെഡിയാവും. കുറഞ്ഞ മസാലകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ കറിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ ഫുഡ് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ട്രാവൽ ഫുഡി ടോം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാണാം. ബൈ ഫ്രം ട്രാവൽ ഫുഡി ടോം.